ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഭുവാനയുടെ അമ്മ ഇപ്പൊ ഷോക്കാകും. നിങ്ങൾക്കും ഈ റിലേഷൻഷിപ്പ് അറിയാമായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്നോടാരും പറഞ്ഞൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഗസ്റ്റ് ചെയ്തതാണ്. രണ്ടുപേരുടെയും നടപടിയൊന്നും കുറച്ച് ദിവസമായിട്ട് ശരിയല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഗസ്റ്റ് ചെയ്തെടുത്തതാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അമ്മക്ക് വല്ലാത്ത ഹേർട്ടിങ് ആകും. ഇല്ല, എന്നോട് മാത്രമാണ് നിങ്ങൾ മറച്ചു വെച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആരും അല്ലല്ലോ എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ റൂമിലേക്ക് പോകും. അമ്മേനെ സമാധാനിപ്പിക്കാനായിട്ട് പുറകെ തന്നെ അച്ഛനും അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ തന്നെ ഹുവാനയും എഴുന്നേറ്റ്, നീ എന്തായാലും റെസ്റ്റ് എടുക്ക്, ഞാൻ അമ്മേനെ ഹാൻഡിൽ ചെയ്തിട്ട് വരാം. ഈ കാര്യം എങ്ങനെ തുറന്ന് പറയുമെന്ന് ആലോചിച്ച് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്തായാലും അമ്മ അതറിഞ്ഞില്ലേ, ഇനി അമ്മേനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോയിക്കോന്നും പറഞ്ഞ് നേരെ റൂമിലേക്ക് കയറി ചെല്ലും. അമ്മയാണെങ്കിലും വല്ലാത്തൊരു ദേഷ്യത്തിലിരിക്കുവാണ്. അങ്ങനെ തന്നെ അമ്മേനെ പിടിച്ചിരുത്തി അമ്മേനോട് മാത്രമായിട്ട് ഈ കാര്യം പറയാണ്ടിരുന്നതല്ല, കുറച്ച് ടൈം എടുത്ത് പറയാമെന്ന് വിചാരിച്ചു, അല്ലാണ്ട് വേറൊന്നും അല്ല എന്ന് പറയും. അപ്പൊ തന്നെ അമ്മയും, സത്യത്തിൽ നിനക്ക് മിങ്ങിനോട് ഒരുപാട് ഇഷ്ടമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ അമ്മ, എനിക്ക് അവനോട് ഒരുപാട് ഇഷ്ടമുണ്ട്. ഞാൻ തളർന്നിരിക്കുന്ന ടൈമിനൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അവനാണ്. അതുകൊണ്ട് തന്നെ അവനെ പിരിഞ്ഞിരിക്കാനായിട്ട് എനിക്കൊട്ടും സാധിക്കില്ല. അമ്മയും ഇത് അക്സെപ്റ്റ് ചെയ്യണോന്ന് പറയും. അപ്പൊ തന്നെ അമ്മ ഹുവാനെ കെട്ടിപ്പിടിച്ച്, എന്റെ മോൾക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ എനിക്കും അവനെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ മോള് എന്ത് തീരുമാനിക്കുന്നു അതിന്റെ കൂടെ ഞാൻ നിൽക്കുമെന്നും പറഞ്ഞ് അമ്മയും തിരിച്ച് എല്ലാത്തിനും ഗ്രീൻ സിഗ്നൽ കാണിക്കും. അങ്ങനെ ഹുവാന റൂമിലേക്ക് വന്ന്, അമ്മയും ഇപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട്, ഇതിലെനിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടെന്നും പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് കൊട്ട് കേൾക്കുന്നത്. അങ്ങനെ ഡോർ തുറന്നു നോക്കുമ്പോ നമ്മുടെ മിങ്ങാണെങ്കിലോ ബെഡ്ഷീറ്റൊക്കെ ചുറ്റി അകത്തേക്ക് കയറി വരും. എന്താണ് ഈ കോലോ എന്ന് ചോദിക്കും. എന്ത് ചെയ്യാനാണ്, നിന്റെ അമ്മയുണ്ടല്ലോ എന്റെ എല്ലാ ഡ്രസ്സും അലക്കാനായിട്ട് എടുത്തിട്ടു, എന്റെ കയ്യിലാണെങ്കിലോ വേറെ ഡ്രസ്സില്ല. പിന്നെ നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു, കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ ബെഡ്ഷീറ്റ് ഒക്കെ പൊതിച്ചുകൊണ്ട് അകത്തേക്ക് വന്നേന്ന് പറയും. എന്തായാലും കൊള്ളാം, അമ്മയും നിന്നെ സ്വന്തം ഫാമിലി ആയിട്ട് കണ്ടു തുടങ്ങി, അതുകൊണ്ടാണ് അമ്മ നിന്റെ ഡ്രസ് എല്ലാം വാഷ് ചെയ്യാനായിട്ട് എടുത്തിട്ടത്. എന്തായാലും നീ എന്റെ അമ്മേനെയും കറക്കി എടുത്തല്ലേ എന്നും ചോദിച്ച് രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ആ ടൈമിനാണ് ഹുവാനയുടെ അമ്മ വന്ന് ഡോറിൽ കൊട്ടുന്നത്. എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ലാണ്ട് മിങ്ങാണെങ്കിലോ അവിടെ ഇവിടെ ഓടി ഒളിക്കാനൊക്കെ നോക്കും. അപ്പൊ തന്നെ ഹുവാനെ പിടിച്ച് വാർഡ്രോബിന്റെ സൈഡിൽ ഒളിച്ചു നിർത്തും. അങ്ങനെ ഡോർ വന്ന് തുറന്നിട്ട്, എന്ത് പറ്റിയമ്മ, ഡോറൊക്കെ നോക്ക് ചെയ്യുന്നുണ്ടല്ലോ, എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, മാറ്റം നമുക്ക് എപ്പോഴും അനിവാര്യമല്ലേ. ഞാനേ ഈ ഓറഞ്ച് നിനക്ക് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്, നീയും മിങ്ങും കൂടി ഈ ഓറഞ്ച് കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു പറയും. ഹുവാൻ അപ്പൊ തന്നെ ഒന്നും അറിയാത്ത പോലെ, അതിന് മിങ്ങ് ഇവിടെ ഇല്ലമ്മ, അവൻ മുകളിലത്തെ റൂമിലായിരിക്കും, അവൻ അവിടെ ഉണ്ടാകുമെന്ന് പറയും. ആ എനിക്കെല്ലാം അറിയാം മോനെ, മോനും കൂടി ഈ ഓറഞ്ച് കഴിക്കട്ടാ, ശരി ഞാൻ പോവാന്നും പറഞ്ഞിട്ട് ഹുവാനയുടെ അമ്മ അവിടെ നിന്ന് പോകും. അപ്പൊ തന്നെ ഹുവാന നേരെ മിങ്ങിനെ ചെന്ന് നോക്കും. മിങ്ങാണെങ്കിലും ഒരു വിക്ടറി പോസ് ഒക്കെ ഇട്ട് നിൽക്കുവാണ്. നിന്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായി, ഈ റൂമിൽ നിൽക്കാനായിട്ടുള്ള പെർമിഷൻ പോലും തന്നു, ഇനി ഞാൻ എന്തായാലും ഈ റൂമിൽ നിന്ന് ഇറങ്ങില്ല എന്നും പറഞ്ഞ് രണ്ടും കൂടി ഭയങ്കരമായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കും. ആ ടൈമിന് ഹുവാനയുടെ അമ്മയും, മോനെ ഇപ്പൊ രാത്രി 10 മണിയായില്ലേ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി, ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, അതിനുശേഷം റൂമിൽ നിന്ന് നിന്റെ റൂമിലേക്ക് പോയിക്കൊള്ളൂന്നും പറഞ്ഞ് അമ്മയുടെ സൗണ്ടും കൂടി കേൾക്കും. ദൈവമേ, ഈ അമ്മയമ്മ എന്നെ വെറുതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണല്ലോ, ഞാനിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് മിങ്ങും ഭയങ്കരമായിട്ട് സങ്കടത്തിലിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മിങ്ങിന്റെ ഫാദർ ഹുവാനയുടെ അമ്മനെ കാണാനായിട്ട് നേരെ പാർക്കിലേക്ക് ചെല്ലും. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തായാലും എന്റെ മരുമകനാകാൻ പോകുന്ന പയ്യന്റെ അച്ഛനല്ലേ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചേക്കുവാണ്. അല്ല, ഇപ്പൊ എന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് കുട്ടികളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല, എനിക്കതൊന്ന് പഠിപ്പിച്ചു തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഓ, അതിനു വേണ്ടിയിട്ടാണോ വന്നത്, നമ്മുടെ മക്കളെ മനസ്സിലാക്കുന്നതില് ഞാൻ PhD പോലും ചെയ്തിട്ടുണ്ട്, അത്രക്ക് നന്നായിട്ട് എനിക്ക് എന്റെ മക്കളെ അറിയാം. ഇപ്പൊ മിങ്ങും എന്റെ മകനാണ്, അതുകൊണ്ട് തന്നെ അവനെ കുറിച്ചും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആദ്യം നമ്മള് മക്കൾക്ക് ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കണം, എന്നാലേ അവര് തിരിച്ചും നമ്മളെ റെസ്പെക്ട് ചെയ്യുള്ളൂ. അങ്ങനെ പടിപ്പടിയായിട്ട് വേണം മുന്നേറി പോവാനെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി കുറെ അഡ്വൈസ് ഒക്കെ കൊടുക്കും. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതല്ലാണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം, അവൻ പക്ഷെ എന്റെ ഫ്രണ്ടിലേക്ക് പോലും വരുന്നില്ല, അതിനെന്തെങ്കിലും ഐഡിയ ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ ഇത്രയ്ക്കും റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാനൊന്ന് ട്രൈ ചെയ്യാം, പക്ഷെ സമയം എടുക്കും, എല്ലാവരെയും
കൂട്ടി ഒരുമിച്ചൊരു ഡിന്നറിനായിട്ട് ക്ഷണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ള ടൈമൊക്കെ കിട്ടുമെന്ന് പറയും. ഇത് മതി, ഇത് മതി, ഇത് മാത്രം മതി എന്നും പറഞ്ഞ് പുള്ളി അങ്ങനെ ഹോട്ടലിലേക്ക് നടക്കും. ആ ടൈമിനാണ് ഹുവാനയും ഓപ്പോസിറ്റ് വരുന്നത്. അങ്കിൾ എങ്ങോട്ടായി പോയിട്ട് വന്നേന്ന് ചോദിക്കും. ജസ്റ്റ് ഒന്ന് ഗാർഡൻ വരെ പോയതാണ്. അല്ല മോളെ, മോൾക്ക് ഇപ്പോ ഹാപ്പി ആയില്ലേ? എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് തീർത്ത് വെച്ചതേ ഞാനാണ്. അതിന്റെ നന്ദിയൊക്കെ നീ എന്നോട് കാണിക്കണോന്ന് പറയും. അങ്കിളാണോ അപ്പോ അമ്മയുടെ അടുത്ത് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞത്? എന്തായാലും എങ്ങനെ പറയണോന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അങ്കിളായിട്ട് അത് ഞങ്ങൾക്ക് ഈസിയാക്കി തന്നി. ഒരുപാട് നന്ദിയുണ്ടെന്ന് അറിയും. എനിക്ക് നന്ദിയും വേണ്ട, താങ്ക്സും വേണ്ട. നീ ഇങ്ങനെ ഒന്ന് വിളിച്ച് എന്റെ അടുത്തേക്ക് ഒന്ന് വരാൻ പറയാമോ? എന്റെ കയ്യില് ഒട്ടും ക്യാഷ് ഇല്ല. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന് പറയും. അതിനെന്താ അങ്കിൾ, നമ്മുടെ ഈ ഹോട്ടലിന്റെ കൂടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അങ്കിളിന് വേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. അതിന്റെ ബില്ല് ഞാൻ കൊടുത്തോളാന്നും പറഞ്ഞ് ഹുവാന നടന്നു പോകും. അപ്പൊ തന്നെ പുള്ളിയാണെങ്കിലോ ഹുവാനയുടെ ഫ്രണ്ട് ഇപ്പോ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ പെൺകുട്ടിനെ വിളിച്ചു വരുത്തി, എനിക്ക് വേറൊരു റൂം വേണം, അതും വേറെ ലെവൽ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു റൂം തന്നെ എനിക്ക് വേണമെന്ന് പറയും. ആ പെൺകുട്ടിയും ആലോചിച്ച് ഓക്കെ എന്ന് പറഞ്ഞ് ഒരു AI റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ സ്ക്രീനൊക്കെ മൊത്തമായിട്ട് മൂടും, സൗണ്ട് ഒക്കെ ഭയങ്കരമായിട്ട് കൂടും. അതേപോലെ ബാത്റൂമിലേക്ക് ചെല്ലുമ്പോ ഫ്ലഷ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഫ്ലഷിൽ നിൽക്കുമ്പോ പെട്ടെന്ന് ഷവറിൽ നിന്ന് വെള്ളമൊക്കെ വരും. ആകെ നനഞ്ഞ് പ്രാന്തായിരിക്കുമ്പോഴാണ് അകത്തേക്ക് കയറി വരുന്നത്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്ത് റൂമാണിത്? മര്യാദക്ക് ഒന്നും വർക്കാവുന്നില്ല എന്ന് പറയും. അങ്കിൾ, നിങ്ങളല്ലേ അപ്ഗ്രേഡഡ് റൂം വേണോന്ന് പറഞ്ഞത്? ഇതിപ്പോ ഒരു AI റൂമാണ്, അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കണമെന്നും പറഞ്ഞ് ഹുവാനയാണെങ്കിലോ സ്ക്രീൻ തുറന്നു സൗണ്ട് കുറച്ചോന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞു തന്നെ എല്ലാം ശരിയാക്കി എടുക്കും. എന്നെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ നീ അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു റൂം തന്നത്? നീ തന്നെയായിരിക്കും എന്റെ ആ മോന്റെ അടുത്തും എന്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്നത്. എനിക്കറിയാം, അതുകൊണ്ടാണ് അവൻ എന്നെ തിരിഞ്ഞു പോലും നോക്കാത്തെന്നും പറഞ്ഞിട്ട് ഹുവാനയുടെ നേർക്ക് എല്ലാ ദേഷ്യവും തീർക്കാനായിട്ട് തുടങ്ങും. അങ്കിൾ, ഞാനൊരു കുറ്റവും മിങ്ങിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അങ്കിൾ ആദ്യം മിങ്ങിന്റെ അടുത്ത് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങണം. അങ്കിളിന് വേണ്ടിയിട്ട് ഞാനൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്കിളിന് ഇത് യൂസ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഇത് പഠിക്ക്. എന്നിട്ട് മിങ്ങിന് ആദ്യം ഒരു മെസ്സേജ് ഒക്കെ അയക്ക്. അങ്ങനെ നിങ്ങളുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂട്ടിക്കൊണ്ടുപോവാ. അപ്പോ എല്ലാം ഓക്കെ ആകും. എന്തായാലും അങ്കിള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരണം. അങ്കിളിന് വേണ്ടിയിട്ട് ഒരു ജോലിയും കൂടി ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയും. ഓക്കെ മോളെ, ഞാൻ എന്തായാലും ഫോണൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചോളാം, നീ പോയിക്കോ, ഞാനിപ്പോ തന്നെ വരാന്നും പറഞ്ഞ് പുള്ളിക്കാരനും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഹുവാനയുടെ പുറകെ താഴേക്ക് ചെല്ലും. അങ്കിൾ, ഇത് വലിയ കഷ്ടമായിട്ടുള്ള ജോബൊന്നും അല്ല. വൈൻ ടേസ്റ്റിംഗ് സെലിബ്രേഷൻ നടക്കുവാണ്. ഓരോ വൈനെ കുറിച്ചും ഞാൻ അങ്കിളിന് പറഞ്ഞു തരാം. വരുന്ന കസ്റ്റമേഴ്സിന് അങ്കിള് അതേപോലെ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി. വാ അങ്കിൾ, ഞാൻ പറഞ്ഞു തരാന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഹുവാനെ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചൊക്കെ കൊടുക്കും. ഈസി ആയിട്ട് തന്നെ പുള്ളിക്കാരനോ അതൊക്കെ പഠിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ അങ്കിൾ, ഇത് മതി, ഇനി കസ്റ്റമേഴ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്തോന്ന് പറയും. ഓക്കെ മോളെ എന്നും പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ ഈസി ആയിട്ട് തന്നെ പുള്ളിക്കാരനും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത്. ആകെ ഇങ്ങേർക്ക് കുടിക്കാൻ മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് ഈ ജോബ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. വൈൻ ടേസ്റ്റിംഗ് അല്ലേ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയും. എന്തായാലും കുഴപ്പമില്ല, വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ അച്ഛനും വല്ലാത്തൊരു സങ്കടമൊക്കെ കിട്ടുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോബൊക്കെ ചെയ്താല് പോക്കറ്റ് മണിയും കിട്ടും. അപ്പോ അങ്കിളിന്റെ ചെലവും അതിലൂടെ നടക്കുമല്ലോ എന്ന് ഇങ്ങനെ പറയും. അപ്പൊ തന്നെ മിങ്ങും. എന്നാലും ഇത് നിനക്ക് ഇത്തിരി കഷ്ടമല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് കഷ്ടം? ഇതൊന്നും കഷ്ടമേ അല്ല. നല്ല രീതിക്ക് ടോർച്ചർ ചെയ്യുന്ന പാരന്റ്സ് ആണ് എനിക്കും ഉള്ളത്. കുഞ്ഞുനാൾ മുതലേ തന്നെ അവരെ ഹാൻഡിൽ ചെയ്ത് വളർന്നത് കൊണ്ട് നിന്റെ അച്ഛനെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് ഈസി ആയിട്ട് കഴിയുമെന്ന് പറയും. ആ ടൈമിന് മിങ്ങിന്റെ അച്ഛൻ ഓടി ഇവരുടെ അടുത്തേക്ക് വരും. മോളെ, ഞാൻ നല്ല രീതിക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തില്ലേ? കറക്റ്റ് അല്ലേ എന്ന് ചോദിക്കും. അങ്കിൾ, നിങ്ങൾ കറക്റ്റ് ആയിരുന്നു. നല്ല രീതിക്ക് അങ്കിള് ജോലി ചെയ്തു എന്ന് പറയും. ഞാനപ്പോ നന്നായിട്ട് ചെയ്തു എന്നല്ലേ നീ പറയുന്നത്? എന്തായാലും ഇതിന് എനിക്ക് ക്യാഷ് കിട്ടുമല്ലോ. ആ ക്യാഷിന് എനിക്ക് എന്റെ മോന്റെ കൂടെ ഒരു ലഞ്ചിനായിട്ട് പോണം. നീ അവനോടൊന്ന് പറയാമോ എന്ന് ചോദിക്കും. അങ്കിൾ, ഉറപ്പായിട്ടും മിങ്ങ് വരും, അത് എന്റെ ഉറപ്പാന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് രണ്ടുപേരും കൂടി ഹോട്ടലിൽ ഇരിക്കുവാണ്. ഒരുപാട് ഡിഷൊക്കെ അച്ഛൻ ഇങ്ങനെ ഓർഡർ ചെയ്തോണ്ടിരിക്കും. ഇത് കാണുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് മതി മതി, എന്തിനാണ് ഇത്രയും ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത്? ഇത്രയും ഒരുമിച്ച് കഴിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ എന്റെ മോൻ അടുത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോ എല്ലാ ഡിഷും നിന്റെ കൂടെ ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നീ പെട്ടെന്ന് വലുതായി, അതിന്റെ ഒരു സങ്കടം എനിക്കുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം നീ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കര ഇമോഷണൽ ആവാനായിട്ട് തുടങ്ങും. ഈ ഡയലോഗ്സ് ഒക്കെ എന്റെ കുഞ്ഞുനാളിലായിരുന്നു നിങ്ങൾ എന്റെ അടുത്ത് പറയേണ്ടിയിരുന്നത്, അല്ലാണ്ട് ഇപ്പോഴല്ലാന്ന് പറയും. സോറി മോനെ, എന്തായാലും അതൊക്കെ വിട്. ഞാൻ ഒരു വൈൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കുടിക്കാന്നും പറഞ്ഞ് ആ ബോട്ടിൽ പുറത്തേക്ക് എടുക്കും. ഈ വൈൻ നിങ്ങൾ എവിടെ നിന്നാ വാങ്ങിയെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ വരുന്ന വഴി എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാന്ന് പറയും.
നിങ്ങൾക്ക് ഈ ബോട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പാടില്ലേ ഇത് ഫേക്ക് ആണെന്ന്. നിങ്ങളെ പോലെ തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ടും, ഫ്രോഡായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇരുന്ന് ചീത്ത പറയും. ഇത് കേൾക്കുമ്പോ പുള്ളിക്കാരനും വല്ലാത്ത സങ്കടത്തിലായിട്ട്, എനിക്ക് ഈ ബോട്ടിൽ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല മോനെ, ഫേക്ക് ആണോ റിയൽ ആണോ ഇതൊന്നും അറിയാനായിട്ടുള്ള കഴിവൊന്നും എനിക്കില്ല. ചിലപ്പോ അതുകൊണ്ടായിരിക്കും എന്റെ ലൈഫ് ഇങ്ങനെ ആയി പോയെന്നും പറഞ്ഞ് വീണ്ടും സങ്കടപ്പെടും. ഇത് കേൾക്കുമ്പോ മിങ്ങിനെ പോലും സങ്കടമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ തന്നെ അവൻ വാങ്ങി വെച്ച വൈൻ ബോട്ടിൽസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് അവിടെയുള്ള വെയിറ്ററിന്റെ അടുത്ത് പറയും. അങ്ങനെ രണ്ടുപേരും കൂടി നല്ല രീതിക്ക് കുടിക്കും. അച്ഛനാണെങ്കിലോ കുടിച്ച ഓവറായിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. അവസാനം ഒരു തള്ളുവണ്ടിയിലിരുത്തി മിങ് തന്നെ അച്ഛനെ അതിലിരുത്തി ഉരുട്ടിക്കൊണ്ടു പോകും. കറക്റ്റായിട്ട് വാനയും ഈ സീൻ വന്ന് കാണും. എന്തായാലും രണ്ടുപേരും ഒരു പോസ് കൊടുത്ത് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയും. അപ്പൊ തന്നെ രണ്ടുപേരും ഒരുമിച്ചൊരു വിക്ടറി പോസ് കാണിക്കും. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം വാനയും കൂടി മിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടി ആ വണ്ടിയും തള്ളി അകത്തേക്ക് പോകും. ഇപ്പോ മിങ് പുറത്തു വന്ന് നിൽക്കുവാണ്. ഇവനും ഗ്രാൻഡ്മയും കൂടി നട്ടുവെച്ച ഒരു ട്രീ ഉണ്ടല്ലോ, അങ്ങനെ അതിലേക്ക് നോക്കി നിൽക്കും. ഇവനും അച്ഛനും തമ്മിൽ ഒരുപാട് ഹാപ്പി മൂമെന്റ്സ് ഒക്കെ അവിടെ വെച്ച് നടന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോ ഓർത്തെടുക്കും. ആ ടൈമിന് ഹുവാനയും വരും. എന്താണ് ഇത്തിരി ഇമോഷണൽ ആയിട്ടാണല്ലോ നിൽക്കുന്നത്, എന്താ പ്രോബ്ലം എന്ന് ചോദിക്കും. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ ഞാനും അച്ഛനും കൂടി ഇവിടെ ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അതിപ്പോ ഓർത്തെടുത്തതാന്ന് പറയും. ഓ, നിനക്കപ്പോ നിന്റെ അച്ഛന്റെ കൂടെയുള്ള നല്ല ഹാപ്പി മെമ്മറീസും ഓർമ്മയുണ്ടല്ലേ, ഇത് മതി എന്നും പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടി മുന്നോട്ട് നടക്കും. ഷിംഗ്ലി ഹോട്ടലില് സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ജിയോ വീട്ടിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കായിരിക്കും. ആ ടൈമിന് വെള്ളം എടുക്കാനായിട്ട് ഒന്നകത്തേക്ക് പോകും. അപ്പോഴാണ് ഷാന മാഡം ആ വഴി വരുന്നത്. ഇവളെന്താണ് ഇത്രയ്ക്കും സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞ് ഫയൽസ് ഒക്കെ ഒന്ന് തുറന്നു നോക്കും. അപ്പൊ തന്നെ ജിയോ ഓടി വന്ന് ലാപ്ടോപ്പും ഫയൽസ് ഒക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകും. വലിയൊരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ടല്ലോ, എന്തായാലും ഇത് വെച്ചൊരു പ്ലാൻ ചെയ്യണമെന്നും പറഞ്ഞ് അങ്ങനെ തന്നെ ഷാന മാഡവും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആവുമ്പോ തന്നെ ഷാന മാഡത്തിന്റെ അസിസ്റ്റന്റ് നിങ്ങളുടെ ഫാദറിനെ കാണാനായിട്ട് വരും. ഇവിടെ അടുത്ത ദിവസം തന്നെ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ചോദിച്ചാൽ അവരെനിക്ക് പറഞ്ഞു തരില്ല. എന്റെ കസിന് വേണ്ടിയിട്ടാണ്, ഒരു സെലിബ്രിറ്റീനെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആ സെലിബ്രിറ്റിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എടുത്തു കൊടുത്താല് എന്റെ കസിന് ഒരുപാട് ഹാപ്പി ആകും. അതുകൊണ്ട് പ്ലീസ് എനിക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ളൊരു വർക്ക് കാർഡ് എനിക്ക് ഒപ്പിച്ച് തരാമോ, ഞാൻ അതിൽ നിന്ന് എടുത്തോളാന്ന് പറയും. നിന്നെ ഷാനയാണോ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചെന്ന് നിങ്ങളുടെ അച്ഛൻ അപ്പൊ തന്നെ ചോദിക്കും. ഇല്ല ഇല്ല, എന്റെ കസിന് വേണ്ടിയിട്ടാണ്, അവനെ ഒന്ന് ഹാപ്പി ആക്കണം, അതിനു വേണ്ടിയിട്ടാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് പുള്ളിക്കാരനും അങ്ങനെ വർക്കേഴ്സിന്റെ അടുത്തേക്ക് പോകും. വർക്കേഴ്സിന്റെ ഒരുപാട് കാർഡ് അവിടെയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിനിടയിലേക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന പോലെ ചെന്ന് അതിൽ നിന്ന് ഒരു കാർഡ് അടിച്ചു മാറ്റി അയാളുടെ പോക്കറ്റിലിടും. എന്നിട്ട് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാകും പോകുന്ന വഴി. അപ്പൊ തന്നെ അസിസ്റ്റന്റിന് മെസ്സേജ് അയച്ച് ആ കാർഡ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ആ ടൈമിനാണ് ഹുവാന ആ വഴി വരുന്നത്. അങ്കിൾ, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? ആ വഴിയല്ല റൂമിലേക്ക് പോകുന്നത്, ഈ വഴിയാണ് അങ്കിളെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നടക്കും. അതിനിടയിൽ ഇവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടില്ലേ, അതൊക്കെ കാണിച്ചു കൊടുക്കും. എന്തൊരു ക്യൂട്ടാണ് നിങ്ങളെ കാണാനായിട്ട്, നിങ്ങൾ കുടിച്ചിരുന്നപ്പോ ഞാൻ എടുത്ത ഫോട്ടോയാന്ന് പറയും. ആ, നീ പറഞ്ഞ പോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്, എന്റെ ഫോണിലേക്കും കൂടി ഇങ്ങോട്ട് അഴച്ചതാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് ഹുവാനയും അങ്ങനെ അഴച്ചു കൊടുക്കും. അങ്കിൾ, അമ്മയുണ്ടല്ലോ, അങ്കിളിനെയും ഇങ്ങനെയും കൂട്ടി ഒരു ഫാമിലി ഡിന്നർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും. എന്തായാലും അങ്കിള് തീർച്ചയായിട്ടും വരണം, മിങ്ങിന്റെ കൂടെ അടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് ആണ്, മിസ് ചെയ്യരുതെന്ന് പറയും. ഇല്ല മോളെ, ഞാൻ മിസ് ചെയ്യില്ല, എന്തായാലും വരാന്നും പറഞ്ഞ് ഹുവാനെ അവിടെ നിന്ന് പറഞ്ഞഴക്കും. ഇതും കൂടി ആവുമ്പോ പുള്ളിക്കാരന്റെ ഉള്ളിൽ കുറ്റബോധമൊക്കെ വരാനായിട്ട് തുടങ്ങും. താൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയാണ്ട് ആകെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കും. അതേ ടൈം മിങ്ങാണെങ്കിലോ ഹുവാനക്ക് കോള് ചെയ്യും. ഞാൻ നിന്റെ പാരന്റ്സിന്റെ കൂടെ ഷോപ്പിങ്ങിനായിട്ട് വന്നേക്കുവാണ്, ഇന്ന് നൈറ്റ് നീ ഡിന്നറിനായിട്ട് വീട്ടിലേക്ക് വരില്ലേ എന്ന് ചോദിക്കും. ഓ സാർ, സാറ് വിളിച്ചാൽ ഞാൻ വരാണ്ടിരിക്കുവോ? ഉറപ്പായിട്ടും ഞാൻ വരുമെന്ന് പറയും. ആ ഓക്കെ, എന്തായാലും നിന്റെ വർക്ക് നീ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഷോപ്പിങ്ങിന് വന്നേക്കുവല്ലേ, ഞാൻ അവരെ പോയി ഹെൽപ്പ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഹുവാനയുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് ചെല്ലും. അവിടെയാണെങ്കിലോ ഹുവാനയുടെ അമ്മ ഭയങ്കരമായിട്ട് തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ആന്റി, ഞാൻ കുറച്ച് ദിവസമായിട്ട് ആന്റിനെ ശ്രദ്ധിക്കുന്നു, ഒരുപാട് നേരം ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയും. അയ്യോ മോനെ, അത് വേണ്ട, അത് ഒരുപാട് ചിലവാവില്ലെന്ന് ഇങ്ങനെ ചോദിക്കും. ഇതൊക്കെ ആന്റി നല്ല ചിലവല്ലേ, ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. എന്തായാലും ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം, നിങ്ങൾ രണ്ടുപേരും പോയി ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്താൽ മതി എന്ന് പറയും. ആ ഓക്കെ മോനെ, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്തോളാന്നും പറഞ്ഞ് ഹുവാനയുടെ പാരന്റ്സും അങ്ങനെ അതിന് ഓക്കെ പറയും.
എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.